തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു മാ കസബ് എന്ന് പറയുന്ന അധ്യായത്തിൽ അബൂ ലഹബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഖുർആൻ ശപിക്കുന്നതായിട്ടാണ് കഥ. ആ കഥ ഇങ്ങനെയാണ്. അബൂ ലഹബ് പ്രവാചകന്റെ മൂത്താപ്പയാണ്. പ്രവാചകൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന ആളാണ്. അങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പ്രവാചകനെ എല്ലാ അർത്ഥത്തിലും ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല ഒരു അധ്യായം ഇറക്കുന്നു, അബൂ ലഹബിനെ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അബൂ ലഹബ് ശപിക്കപ്പെടുകയും പിന്നീട് അവസാനം അയാള് പിന്നെന്താണ് കുഷ്ഠം പോലുള്ള ഒരു രോഗം വന്ന് മരിച്ചുപോയി ചെയ്തു എന്നൊക്കെയാണ് കഥ. യഥാർത്ഥത്തിൽ ഈ കഥയും ഖുർആനിലെ അധ്യായം തമ്മിൽ ഒരു ബന്ധമില്ല. കഥ വേറെയാണ്, അധ്യായം വേറെയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒന്ന് അബൂ ലഹബ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിക്ക് ഒരു മൂത്താപ്പ ഇല്ല. ഇതാണ് ഏറ്റവും വലിയ തമാശ. അബൂ ലഹബ് എന്ന് പറഞ്ഞിട്ട് നബിക്ക് ഒരു മൂത്താപ്പ ഇല്ല. ഇതൊരു സംഭവം. രണ്ടാമത്തത് പിന്നെ എന്താണ് പറഞ്ഞത് എന്ന് അവിടെ പറഞ്ഞത് നാട്ടിൽ തീ പടർത്തുന്ന ആളെ കുറിച്ചാണ്. അബൂ ലഹബ് എന്ന് പറഞ്ഞാൽ അഗ്നി പടർത്തുന്നവൻ എന്നാണ്. ഫിത്ന ഉണ്ടാക്കുന്നവൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവൻ, വ്യക്തികൾക്കിടയിലും സമൂഹത്തിനിടയിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന ആള് അയാളുടെ കർമ്മത്താൽ സ്വയം നശിക്കുമെന്നും അയാളെ സഹായിക്കുന്ന ആണും പെണ്ണും ആ നാശത്തിൽ ഉൾപ്പെടുമെന്നും അങ്ങനെയുള്ളവർ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല, അവരൊക്കെ ഈ നാശമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എന്നും പറയുന്ന ഒരു വലിയ തത്വം പറയുന്ന ഒരു അധ്യായത്തെയാണ് ഒരു ഇല്ലാ കഥയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത്.